ഹലോ. ഹലോ, തിരക്കും ബഹളമൊക്കെ കഴിഞ്ഞോ? എന്ത് തിരക്കും കഴിയുന്നേ, കുട്ടികളെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ, സ്കൂള് തുറപ്പും. അതിന്റെ തിരക്കാണ് ഇപ്പൊ അല്ലേ? ഓരോന്ന് കഴിയുമ്പോ ഓരോന്ന് വരും. പറഞ്ഞോളൂ, നിങ്ങൾ കുറെ ദിവസമായി വിളിക്കണോണ്ട് ഞാൻ ഇന്ന് എടുത്തതാ. ഞാൻ വേറൊന്നുമില്ല, നമ്മൾ ഒരു കാര്യം പറഞ്ഞു അത് പൂർത്തിയാക്കാം. രണ്ടു മൂന്ന് ഉദാഹരണങ്ങളും തെളിവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മളൊന്ന് തെളിയിക്കാന്ന് വെച്ചിട്ടാണ്. ശരി, പറഞ്ഞു. അപ്പൊ പിന്നെ താങ്കൾ എന്നോട് പറഞ്ഞത് ആധുനിക സമൂഹത്തില് ചെറിയ താങ്കൾ എന്നോട് പറഞ്ഞ വാദേ കുറെ ദിവസമായിട്ട് വേണ്ടി ഞാൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യണത്. ആധുനിക സമൂഹത്തിൽ ചെറിയ തിന്മയായിട്ട് കണക്കാക്കുന്ന മദ്യം, ചൂതാട്ടം, അങ്ങനെയുള്ള തിന്മകളൊക്കെ ഇസ്ലാം നിഷിദ്ധമാക്കി. വലിയ തിന്മയായിട്ട് കണക്കാക്കുന്ന അടിമത്തം നിഷിദ്ധമാക്കിയില്ല, നിരോധിച്ചില്ല. അപ്പൊ അതിൽ താങ്കൾ എന്നോട് രണ്ടു മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന് സൂറത്തുൽ നിസായിലെ 24-ാമത്തെ വചനം, പിന്നൊന്ന് മറ്റേ പ്രവാചകൻ മഴത്തിൽ എന്ന കൈമസ്ലിയെ സ്വീകരിച്ച വിഷയം, പിന്നൊന്ന് താങ്കൾ മറ്റേ ഒരു ആധുനിക സമൂഹത്തിലൊരു ഇസ്ലാമിക രാഷ്ട്രത്തിലെ ഖലീഫ ഇസ്ലാമിലേക്ക് അയൽരാജ്യത്തിൽ ആളുകളെ ക്ഷണിച്ചിരുന്നെങ്കിൽ അവര് വരാത്തതിന്റെ പേരിൽ അവരെ ആക്രമിച്ച് അടിമകളാക്കി. അതിന് ഇസ്ലാമിക ശരീഅത്ത് വിധി എന്താണ്? ഇത്തരം കാര്യങ്ങൾ എന്നോട് ചോദിച്ചത്. അപ്പൊ ഈ മൂന്ന് കാര്യത്തിൽ മാത്രമേ ഞാൻ പറഞ്ഞ് ചുരുക്കാണ്. ഒന്നാമത് ഇപ്പൊ നിഷിദ്ധമാക്കുക എന്ന് പറയുമ്പോ അത് തിന്മ നിലനിൽക്കുമ്പോഴാണ് അത് നിഷിദ്ധമാകുന്നത്. അടിമത്തം അങ്ങനെ ലോകാവസാനം വരെ നിലനിൽക്കാത്തൊരു വിഷയത്തിന്റെ പേരിൽ അത് നിശ്ചയമാക്കിയില്ല. ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ല. മദ്യം, ചൂതാട്ടം, പലിശ, വിചാരിതൊക്കെ ലോകാവസാനം വരെ നിലനിൽക്കുന്ന തിന്മയാണ്. അപ്പൊ അത് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം. ചെയ്താൽ ദോഷമാണ്, ചെയ്തില്ലെങ്കിൽ ഗുണമുണ്ട്. ഇതാണ് അടിസ്ഥാന തത്വം. അപ്പൊ ഈ അടിമത്തം എന്ന് പറയുന്നത് പിന്നെ കാലക്രമേണ മനുഷ്യർ നിരോധിക്കും, അത് ഇല്ലാതാവും ലോകത്ത് എന്നറിയാവുന്ന അള്ളാഹു അതുകൊണ്ട് അത് തിന്മയായിട്ട് പ്രഖ്യാപിച്ചില്ല, നിഷിദ്ധമാക്കിയില്ല. അതാണ് നിങ്ങളുടെ വാദം. അല്ല, ഇപ്പൊ ഞാൻ പറയുന്നത് ഇസ്ലാമില് ഒരു വചനം അവതരിച്ചിട്ടുണ്ട്. ആ വചനപ്രകാരം ഒരു മുസ്ലിമാണ് ലോകാവസാനം വരെ ഒരു അടിമയെ കൈവശം വെക്കാൻ പറ്റില്ല. അമുസ്ലിമായി പണം പറയട്ടെ, ഇനി അമുസ്ലിമായിട്ടുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്താലും അത് നിർമ്മാർജ്ജനം ചെയ്യാൻ ആ ആയത്ത് വെച്ച് സാധിക്കും. അപ്പൊ ഞാനത് ലാസ്റ്റ് പറയാം ആയത്ത് എന്താന്നുള്ളത്. അതല്ല, ഞാൻ പറഞ്ഞു വരുമ്പോഴേ എനിക്കത് പറയാൻ പറ്റുള്ളൂ. അതായത് അടിമത്തം എന്ന് പറയുന്നത് തിന്മ തന്നെയാണ്. മുഹമ്മദ് നബിയുടെ കാലത്ത് അത് ഉണ്ടായിരുന്നു. ആ തിന്മ തന്നെയാണ്, അത് തെറ്റ് തന്നെയാണ്. പക്ഷെ അത് കാലക്രമേണ ലോകത്ത് മനുഷ്യർ തന്നെ അത് ഇല്ലാതാക്കിക്കോളും എന്ന് അള്ളാഹുവിന് അറിയാവുന്നതുകൊണ്ട് അള്ളാഹു നിഷിദ്ധമാക്കിയില്ല എന്നാണോ? അങ്ങനെയാണോ നിങ്ങളുടെ വാദം? അതാണോ നിങ്ങളുടെ വാദം? വാദം 6-ാം നൂറ്റാണ്ടിലെ അടിമത്തവും പിൽക്കാലത്തും അടിമത്തവും വ്യത്യാസമുണ്ട്. 6-ാം നൂറ്റാണ്ടിലെ അടിമത്തം ഖുറാനിൽ അള്ളാഹു അല്ലെങ്കിൽ ഈ അടിമത്തം തെറ്റാണ് എന്ന് പറയാതിരിക്കുകയോ അള്ളാഹു അടിമത്തം നിരോധിക്കാതിരിക്കുകയോ ചെയ്തതിന്റെ കാരണം തെറ്റാണെന്ന് പറഞ്ഞില്ല എന്ന് പറയരുത്. കാരണം ഖുറാനിൽ ഒരുപാട് വചനങ്ങളുണ്ട് അടിമത്തം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇഷ്ടംപോലെ ആയത്തുകളും ഉണ്ട്. അടിമത്തത്തെ അള്ളാഹുവിന്റെ എന്താ പറയാ അപ്രമാദിത്വത്തെ സ്ഥാപിക്കാൻ മനുഷ്യർക്കിടയിൽ അടിമത്തത്തെ അള്ളാഹു ഉദാഹരണം പറയുന്നുണ്ട് ഖുറാനില്. അടിമയും ഉടമയും തുല്യരാകുമോ എന്നുള്ള ചോദിക്കുന്നുണ്ട്. ഇല്ല എന്നുള്ള പറയുന്നുണ്ട്. അടിമയും ഉടമയും തുല്യരാകുമോ എന്നുള്ള ചോദിക്കുന്നുണ്ട്, ഇല്ല എന്ന അർത്ഥത്തിൽ തന്നെ. ഇല്ലില്ല, അതങ്ങനെ അടിമയും ഉടമയും തുല്യമാകുമോ എന്ന് ചോദിക്കുന്നത് അടിമ എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യരെയും ഉടമ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെയാണ്. അല്ല മനുഷ്യർ അങ്ങനെയല്ല. ഖുറാനിൽ പറഞ്ഞത് ഞാൻ പറഞ്ഞു. ഖുറാനിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്, ഒരു ഉടമയായ സ്വതന്ത്രനായിട്ടുള്ള ഒരു മനുഷ്യനും അയാളുടെ കീഴിൽ അയാൾക്ക് പിന്നെ കീഴൊതുങ്ങി ജീവിക്കേണ്ട ഒരടിമയും തുല്യരാകുമോ എന്നാണ് അള്ള ചോദിക്കുന്നത്. ഇല്ല എന്നാണ് അള്ള പറയുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. പറഞ്ഞതന്നെ ഞാനും പറഞ്ഞത്. എന്നുവെച്ചാൽ ഭൂമിയിലുള്ള എന്നുവെച്ചാൽ അന്നത്തെ നിലവിലെ വ്യവസ്ഥയിലുള്ള അടിമയും ഉടമയും ഉപമയാക്കിയിട്ട് അള്ളാഹു പറഞ്ഞത് അള്ളാഹുവും സൃഷ്ടികളും ഒരുപോലെ ആകുമെന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അള്ളാഹുവും സൃഷ്ടിയും തമ്മിലുള്ള അടിമ ഉടമ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി
അള്ള ഉദാഹരണം അത് നമ്മൾ വ്യാഖ്യാനിക്കാം. ആ കാലഘട്ടത്തിൽ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അതെ, ആ കാലത്ത് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അള്ളാഹു ആ കാലത്ത് ഉണ്ടായിരുന്ന ഒരു തിന്മയെയാണ് ഉദാഹരണമായിട്ട് പറയുന്നത്. അതെ, തീർച്ചയായും. അല്ലേ? അപ്പൊ അത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. തെറ്റാണെന്നല്ല പറയുന്നത്. അത് ഒഴിവാക്കാനുള്ള മാർഗങ്ങളാണ്. പിന്നെ ബഹുഭാരിത്വം പറഞ്ഞെടുത്ത് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കഴിവില്ലെങ്കിൽ 4 പേര് തെറ്റാണെന്നോ അടിമത്തം പാടില്ല എന്നോ അടിമകൾ ഉണ്ടാവാൻ പാടില്ല എന്നോ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഹഫ്സയുടെ ഹഫ്സയുടെ വിരിപ്പിൽ മാരിയത്തുൽ ഖിബ്തിയയുമായി ബന്ധം സ്ഥാപിച്ച മുഹമ്മദിനോട് ഹഫ്സ കലഹം ഉണ്ടാക്കുന്ന സമയത്ത് മുഹമ്മദ് നബി എനിക്ക് ഇന്നു മുതൽ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് പോയപ്പോ അള്ളാഹു ആയത്തിറക്കി കൊടുക്കുന്നത്, അള്ളാഹു അനുവദിച്ചൊരു കാര്യം മറ്റുള്ളവരെ പേടിച്ച് എന്തിനാണ് നിഷിദ്ധമാക്കുന്നത് എന്നാണ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഉടമയും അടിമയും തമ്മിൽ ഉടമയുടെ കീഴിലുള്ള അടിമസ്ഥയുമായിട്ട് ശല്യം ബന്ധപ്പെടുന്നത് അത് വ്യഭിചാരമാണ്. അത് വ്യഭിചാരം എന്ന് പറയാൻ പറ്റും. പറ്റും. ഞാൻ 6-ാം നൂറ്റാണ്ടിൽ പറയുന്നത് കേട്ടാ. അല്ല, ഏത് നൂറ്റാണ്ടിന് അടിമത്തം എന്നുള്ളതാണ്. പിന്നല്ലേ ബാക്കി അവർ തമ്മിലുള്ള ബന്ധം. ഒരാളൊരു മനുഷ്യന്റെ കീഴിൽ അടിമയായിരിക്കുന്ന അവസ്ഥയെ കുറിച്ചാണ് ഞാൻ പറയണത്. അവര് തമ്മിലുള്ള ബന്ധം വേറെ കാര്യല്ലേ, അത് വേറെ കാര്യം. അതല്ല ഞാൻ പറഞ്ഞത്, താങ്കൾ പറഞ്ഞത് ഉദ്ദേശിച്ചത്. കാരണം അള്ളാഹു അനുവദിച്ച കാര്യം എന്ന് താങ്കൾ ചോദിച്ചത് പറഞ്ഞാണ് ഉടമയും ഉടമയെ കീഴിൽ അടിമയ സ്ത്രീയും തമ്മിൽ. അല്ല, അപ്പൊ അടിമയുണ്ട് എന്നുള്ളതും ആ അടിമക്ക് ആ അടിമയുടെ ശരീരത്തിൽ ഉടമക്ക് അവകാശം ഉണ്ട് എന്നാണ് അള്ളാഹ് സ്ഥാപിക്കുന്നത് അതിലൂടെ. എങ്ങനെ പറയാം? അയാളുടെ സംരക്ഷണയിൽ അയാളുടെ കീഴിലുള്ള ഒരു സ്ത്രീയെ അയാൾ ഉപയോഗിക്കും. ആ കാലഘട്ടത്തിൽ ആ കീഴിലുള്ള എന്ന സ്റ്റാറ്റസ് അള്ളാഹു അനുവദിച്ചു കൊടുത്തു. ഒരാളുടെ കീഴിൽ ഒരു അടിമയായിട്ട് ഒരാണോ പെണ്ണോ ഉണ്ടായിരിക്കുക എന്ന അനുവദിച്ചു കൊടുത്ത നിലവിൽ അനുവദിച്ചു കൊടുത്ത വിഷയത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതാ അള്ളാഹു അനുവദിച്ചു കൊടുത്തതാണ് ഞാൻ പറഞ്ഞ അടിമത്തം തെറ്റായ ഒരു കാര്യം. ആ കാലഘട്ടത്തിൽ ഉടമയ്ക്കും ഉടമയുടെ കീഴിൽ അടിമസ്ത്രീക്കും ശരി ബന്ധപ്പെടുന്നതിൽ അതൊരു പ്രശ്നവുമില്ല. അതാണ് അനുവദിച്ചു കൊടുത്തതാണ്. അതാണ് ഞാനും പറഞ്ഞത്. അപ്പൊ ആ കാലത്ത് പിന്നെ ഈ കാലത്തിൽ പ്രശ്നമായി വരുന്നത് എങ്ങനെയാണ്? ഈ കാലത്തിലെ അടിമത്വം ആ കാലവുമായിട്ട് കമ്പയർ ചെയ്യരുത്. അന്ന് വിൽപ്പന ചരക്കായിരുന്നു, കളിമിച്ച ചന്തകളായിരുന്നു, വില കൊടുത്ത് മനുഷ്യൻ വാങ്ങുന്ന അവസ്ഥകളാണ്. 100 കൊല്ലം മുൻപ് അറേബ്യയിൽ ഉണ്ടായിരുന്നു. എങ്ങനെ കാശ് കൊടുത്ത് ഹജ്ജുമായി ബന്ധപ്പെട്ട് ഹജ്ജ് യാത്രകളൊക്കെ നടത്തിയ ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം, അവിടെ അടിമച്ചന്തകള് അടിമകളെ വിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇസ്ലാമിക ഖിലാഫത്തിന്റെ കീഴിൽ 100 വർഷം മുമ്പ് പോലും ഉണ്ട്. 1940-ലോ 50-ലോ അവിടെ യാത്ര ചെയ്ത ഒരു ഇന്ത്യൻ മുസ്ലിം പിന്നെ എഴുതിയ ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പുകൾ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, താങ്കൾ പറയുന്നുണ്ടല്ലോ അടിമത്തം ഇസ്ലാം നിരോധിക്കാത്തതിന്റെ പേരിൽ ലോകാവസാനം വരെ ഇസ്ലാം ഹലാലാക്കി. അതാണ് താങ്കൾ പറഞ്ഞത്. അതെ അതെ അതെ. ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാക്കാൻ പറഞ്ഞിട്ടില്ല, നിരോധിച്ചിട്ടില്ല. അടിമത്തം അള്ളാഹു ഹലാലാക്കിയിട്ടുണ്ട്. ഇല്ല, അള്ളാഹു നിരോധിച്ചിട്ടില്ല. ഹലാലാക്കുന്ന ഒരു വചനം കാണിച്ചു തരാമോ? നിരോധിക്കാത്തതിന്റെ ഹുക്കുമാണ് ഹലാല്. വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ ചെയ്യണ്ട എന്നതിന്റെ അതിന് നിഷിദ്ധം. അതിന് ഞാൻ നിഷിദ്ധം എന്ന് പറയുന്നത്. നിഷിദ്ധം എന്ന് പറയുന്നത് നിഷിദ്ധം. അതാണ് നിഷിദ്ധം എന്ന് പറയുന്നത്. വെള്ളം കുടിക്കൽ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടില്ല. ഇല്ല, നിരോധിച്ചിട്ടില്ല. ഇല്ല. ഹുക്കും എന്താ? അല്ല, ഞാൻ പറഞ്ഞത് നിരോധനവും നിഷിദ്ധവും രണ്ടാണ്. അല്ല, നിഷിദ്ധമാക്കിയതും നിരോധിച്ചതും എന്തെങ്കിലും ആയിക്കോട്ടെ, നിരോധനവും നിഷിദ്ധമോ ഉണ്ടോ അടിമത്തത്തിൽ? നിരോധനം പ്രഖ്യാപിച്ചാൽ ആ തിന്മ ഇവിടുന്ന് ഇല്ലാണ്ടാവും താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ കള്ളുകൂടി അള്ള നിരോധിച്ചത് എന്നെവിടെ മദ്യം അള്ളാഹു നിഷിദ്ധമാക്കിയതുകൊണ്ട് ഇല്ലാതായോ? ഇല്ലല്ലോ. ഇല്ലാവൂല. അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ? അപ്പൊ അള്ളാഹു ഞാൻ പറഞ്ഞ ജായിസാണ് അടിമത്തം, അനുവദനീയമാണ്, ഹലാലാണ്. അത് പിന്നെ എങ്ങനെയാണ് ഇന്നത്തെ കാലത്ത് അനുവദനീയമല്ലാതാകുന്നത്? ഹലാലാണെന്ന് പറയുന്ന ഒരു വചനം ഖുർആനിലെവിടെ? ഹദീസിലെവിടെ? അള്ളാഹു അനുവദിക്കപ്പെട്ടതിന്റെ ലിസ്റ്റ് പറയുന്നിടത്ത് ഇഷ്ടംപോലെ കാലഘട്ടത്തിൽ അള്ളാഹു ഖുർആൻ അനുവദിച്ചു കൊടുത്ത ഒരു കാര്യത്തെ
പറഞ്ഞു. അള്ളാഹു ഖുറാനിലൂടെ അനുവദിച്ചു കൊടുത്ത ഒരു കാര്യം ഹലാലാണ് എന്ന് അള്ളാഹ് പറഞ്ഞു കൊടുത്ത കാര്യം. അള്ളാഹ് ഹഫ്സന്റെ കേസിൽ ആ തേൻകുടി ആയത്തിന്റെ പശ്ചാത്തലത്തിൽ അത് പറയുന്നുണ്ട്. അള്ളാഹു അനുവദിച്ചൊരു കാര്യം നാട്ടുകാരെ പേടിച്ചിട്ട് നീ ഹറാമാക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അത് ചെയ്യാൻ പാടില്ല എന്നും എന്നിട്ട് പിന്നെയും മുഹമ്മദ് നബി ആ ബന്ധം തുടർന്നു എന്നുമാണ് കഥ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഖുറാനിൽ അത് അനുവദിച്ചു കൊടുക്കുന്നത് മാത്രമല്ല, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു അനുവദിച്ചു കൊടുത്ത കാര്യങ്ങളിൽ ഈ അടിമ സ്ത്രീകളെ പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അള്ളാഹു അനുവദിച്ചിട്ടുണ്ടെന്ന് ഖുറാനിൽ തെളിവുണ്ട്. ഒന്നാമത്തെ കാര്യം. ഇനി അള്ളാഹു അനുവദിച്ച ഒരു കാര്യം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, തിന്മയായ തെറ്റായ മോശമായ ഒരു കാര്യം അള്ളാഹു ഖുറാനിൽ അനുവദിച്ചു കൊടുത്തു. രണ്ടാമത്തത്, ഇപ്പോൾ നിങ്ങൾ പറയണത് അത് കാലക്രമേണ ഇല്ലാതായി അല്ലെങ്കിൽ ഇപ്പൊ നിഷിദ്ധമാണ്. ഇപ്പോഴും അള്ളാഹുവിന്റെ നിയമമാണ് ഇസ്ലാമെങ്കിൽ, അള്ളാഹു ഖുറാനിലൂടെ പറഞ്ഞതാണ് അവസാനത്തെ നിയമമെങ്കിൽ, അടിമത്തം എന്ന് പറയുന്ന സിസ്റ്റം ഇസ്ലാമിൽ അനുവദനീയമാണ്. അത് അനുവദനീയമല്ല എന്ന് അടിമ മോചനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വചനങ്ങൾ അതൊക്കെ ഉണ്ട്. ഖുറാനിൽ ഇഷ്ടംപോലെ വൈരുദ്ധ്യങ്ങളുണ്ട്. അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? വൈരുദ്ധ്യം ബഹുഭാരിത്വത്തിന്റെ വചനത്തില് നിങ്ങൾക്ക് 3 or 4 സ്ത്രീ വിവാഹം കഴിക്കാം. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അധീനയിലുള്ള അടിമ സ്ത്രീയെ വിവാഹം കഴിക്കാൻ പറ്റും. അവിടെയും അടിമ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ഇത്രയും സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങളുടെ അധീനത്തിലുള്ള അടിമസ്ത്രീ വിവാഹം കഴിച്ച് സ്വന്തമാക്കാൻ അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. എന്താ നിങ്ങൾ പറയണേ? ആര് എവിടെ വിവാഹം കഴിക്കാന്നുള്ള? അടിമസ്ത്രീ എന്തിനാ സ്വന്തം അധീനത്തിലുള്ള അടിമസ്ത്രീ എന്തിനാ വിവാഹം കഴിക്കുന്നത്? വിവാഹം കഴിച്ച് കഴിഞ്ഞാൽ സ്വന്തം കയ്യിലേ. എന്താ കഥ? വിവാഹം കഴിക്കണ്ടല്ലോ. ഞാൻ കാണിച്ചു തരാം. വിവാഹം കഴിക്കേണ്ട കാര്യമില്ലെന്ന് വിവാഹം കഴിക്കാന്ന് പിന്നെ ഖുറാനിലുള്ളത് ഞാൻ താങ്കൾക്ക് പറഞ്ഞിട്ട്. അല്ല, വിവാഹം കഴിക്കേണ്ട കാര്യം പോലും ഇല്ല അടിമസ്ത്രീനെ. വിവാഹം കഴിക്കുന്നതോട് കൂടിയാണ് അടിമസ്ത്രീ സ്വതന്ത്രമാവുന്നത്. വിവാഹം കഴിക്കുന്നതോടുകൂടി അടിമസ്ത്രീ വിവാഹം കഴിക്കാൻ പാടില്ലാന്ന്. വിവാഹം കഴിക്കാൻ പാടില്ലാന്നല്ല പറഞ്ഞത്. എന്താണ്? അടിമസ്ത്രീയെ സ്വതന്ത്രയാക്കിയതിനു ശേഷം വേണമെങ്കിൽ ഒരാൾക്ക് വിവാഹം കഴിക്കാം. അങ്ങനെ സ്വന്തം അടിമസ്ത്രീയെ വിവാഹം കഴിക്കാൻ പാടില്ല. എന്താണ് സുഹൃത്തെ പറഞ്ഞത്? ഞാൻ പറയാം ഖുറാനിൽ ഞാൻ പറയാം. ഒരു മിനിറ്റ്. സൂറത്തുൽ നിസായിലെ 3-ാമത്തെ ആയത്ത്, അനാഥകളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് നീതി പാലിക്കാനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ, അല്ലേ? ശരിയല്ലേ? മറ്റു സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന 2, 3, 4 പേരെ നിങ്ങൾ വിവാഹം ചെയ്തു കൊള്ളുക. എന്നാൽ അവർക്കിടയിൽ നീതി പുലർത്താനാവില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഒരുവളെ മാത്രം വിവാഹം കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ അധീനത്തിലുള്ള അടിമ സ്ത്രീയെ ഭാര്യയെ പോലെ സ്വീകരിക്കുക. ഭാര്യയെ പോലെ സ്വീകരിക്കുക. ഭാര്യയെ പോലെ ഭാര്യയാകുമ്പോഴേ ഭാര്യയെ പോലെ ആവുന്നത്. ഭാര്യയാകുമ്പോഴേ നിലവിൽ ഭാര്യയെ പോലെയാണല്ലോ. അടിമ സ്ത്രീ നിലവിൽ ഭാര്യയെ പോലെയാണ്. അയാൾ ദൈവമായിട്ട് സംരക്ഷിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. നമ്മൾ കല്യാണം കഴിച്ച സ്ത്രീ നമ്മുടെ ഭാര്യയെ പോലെയാണോ അതോ ഭാര്യയാണോ? ഭാര്യയെ പോലെ തന്നെയാണ്. ഭാര്യയെ പോലെയാണോ അതോ ഭാര്യയാണോ? ഒരു വെപ്പാട്ടി നമുക്ക് ഭാര്യയെ പോലെ എന്ന് പറയാൻ പറ്റില്ല. എങ്ങനെ? അങ്ങനെ പറയാൻ പറ്റും. പല ഭാര്യയെ പോലെയാണ്. അവള് വെപ്പാട്ടിയാണ്. അല്ല, അതാണ് ഇസ്ലാം. ഭാര്യയായിരിക്കും ഭാര്യയെ പോലെ ആവുന്നത്. ഇല്ല, ഭാര്യയെ പോലെ ഖുറാനിലെ ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പറഞ്ഞത് ഇസ്ലാമിൽ അടിമത്തം ഇപ്പോഴും അനുവദനീയമാണ്. നിങ്ങൾ തന്നെ പറഞ്ഞ ഒരു ആയത്ത്, നിങ്ങൾ തന്നെ പറഞ്ഞ സൂറത്തുൽ നിസായിലെ 24-ാമത്തെ ആയത്ത്, അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അടിമത്തം പ്രോത്സാഹിപ്പിക്കുന്നതും ഉദാഹരണം പറഞ്ഞാണത്. അതെന്താ പറഞ്ഞത്? അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? വിവാഹബന്ധത്തിലിരിക്കുന്നവരെ നിങ്ങൾ വിശദമാക്കിയിരിക്കുന്നു. അതാണ് തോന്നുന്നത്. വിവാഹബന്ധത്തിലിരിക്കുന്ന വിവാഹബന്ധത്തിലിരിക്കുന്ന സ്ത്രീകൾ നിങ്ങൾക്ക് നിഷിദ്ധമാണ്. കല്യാണം കഴിക്കാൻ പാടില്ല. വിവാഹബന്ധത്തിലിരിക്കാത്ത പെണ്ണുങ്ങളൊക്കെ ഉപയോഗിക്കാന്നാ. എവിടെ കല്യാണം? അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വിവാഹബന്ധത്തിൽ ഇല്ലാത്ത പെണ്ണുങ്ങളൊക്കെ ഉപയോഗിക്കാന്നാ? എന്താ നിങ്ങൾ പറയേ? അല്ല, നിങ്ങൾ പറയുമ്പോ അങ്ങനെ വരുമല്ലോ. അതിന്റെ അർത്ഥം വിവാഹബന്ധത്തിലിരിക്കുന്നവരെ മറ്റുള്ളവർ വിവാഹബന്ധത്തിലിരിക്കുന്നവർ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നത് വിവാഹമല്ല ഉദ്ദേശിച്ചതെങ്കിൽ അപ്പൊ അതിന് ഉദ്ദേശം വേറെ വരുന്നത് നിങ്ങൾക്ക് ബാക്കിയുള്ള പെണ്ണുങ്ങളെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ കുഴപ്പമില്ല. വിവാഹബന്ധത്തിൽ ഇല്ലാതെ മതി എന്ന് പറഞ്ഞ പോലെ ആവൂലേ? അതിന് വേറെ ആയത്തുണ്ട്. അങ്ങനെ അതിന് വേറെ ആയത്തുണ്ട്. അവിടെ പറയാനുള്ള കാരണം കരാറ് പ്രകാരം വില നിശ്ചയിച്ച് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് വേറെ സ്ഥലത്തുണ്ട്.
ആ വില നിശ്ചയിക്കുന്ന മഹറിന് ഉദ്ദേശിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളത് വിലയായിട്ട് കച്ചവടമായിട്ട് ഉദ്ദേശിക്കല്ലേ? ഞാൻ പറഞ്ഞത് മുഹമ്മദ് നബിന്റെ സഹാബികള് അത് ശരിയാണ്. അത് പല രീതിയിലും പറയും. ഒരു കാര്യം നമുക്ക് പോസിറ്റീവായിട്ടും നെഗറ്റീവ്. ഞാൻ പറഞ്ഞതേ ഒരു വിഷയം നമുക്ക് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയാൻ പറ്റും. അങ്ങനെയല്ല. ഒരാൾ മാറിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചെന്ന് പറയും. അപ്പൊ അത് നെഗറ്റീവായി. ചിലപ്പോ വേറെ ആവശ്യത്തിന് പോയാണെങ്കിൽ അവിടെ ശരിയാണ്. അപ്പൊ അങ്ങനെയൊക്കെ പറയല്ലേ? അതാണ്. അങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ വിഷയത്തിൽ അടിമത്തവുമായി ബന്ധപ്പെട്ട് അടിമത്തം തെറ്റായ ഒരു കാര്യമാണ്, നിങ്ങൾക്ക് തർക്കമൊന്നുമില്ല. അന്നത്തെ കാലത്ത് അത് അന്നത്തെ കാലത്തല്ല, ഇന്ന് വ്യവസ്ഥിതി മോശമാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്കും എനിക്ക് അഭിപ്രായ വ്യത്യാസമല്ലല്ലോ. വ്യവസ്ഥിതി ഇക്കാലത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ അതാ ഉദാഹരണം നിങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇപ്പൊ 21 വയസ്സ് കല്യാണത്തിന് ആയിക്കഴിഞ്ഞാൽ 18 വയസ്സിൽ വിവാഹം കഴിച്ചൊക്കെ വ്യവസ്ഥിതി മോശം നമുക്ക് പറയേണ്ടി വരും. അങ്ങനെയല്ലേ? അല്ല, അങ്ങനെ തന്നെയാണ്. മോശമാണ്. എന്റെ ഉമ്മാനെ കല്യാണം കഴിഞ്ഞ ഉമ്മക്ക് 14 വയസ്സുണ്ടെന്ന് പറയുന്നത്. അങ്ങനെയല്ല എന്നെ കാണേണ്ടത്. അത് മോശമായ വ്യവസ്ഥിതി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല എന്നെ കാണേണ്ടത്. അതായത് അടിമത്തം എന്ന് പറയുന്നത് കല്യാണപ്രായമായിട്ടാണ് നിങ്ങൾ കമ്പയർ ചെയ്യുന്നത്. വളരെ മോശം. അല്ല, നമ്മളിപ്പോ ഇത് വിഷയമായിട്ടാണ് പറഞ്ഞത്. അല്ല, അതാ പറഞ്ഞത്. ഇത് രണ്ട് കാര്യമാണ്. ഒന്ന് മറ്റേതൊരു വിഷയത്തിലുള്ള ഒരു എന്താ ഒരു പ്രായത്തിന്റെ പരിഗണനയാണ്. അത് അതിനെ പോലെയാണ് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ ക്രയവിക്രയാധികാരങ്ങൾ. നിങ്ങൾ ശ്രദ്ധിക്കണം. ചന്തയിൽ കൊണ്ടുപോയി വിൽക്കാനും വാങ്ങാനും പറ്റുന്ന കോലത്തിൽ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ, അത് ഏത് കാലഘട്ടത്തിലായാലും മനുഷ്യന്റെ അറിവില്ലായ്മയുടെ കാലത്തായാലും വ്യവസ്ഥിതി തെറ്റല്ലേ? ആ വ്യവസ്ഥിതി നമുക്ക് ഒരു രാജ്യത്തിലെ നാട്ടിലെ വ്യവസ്ഥിതി ജനങ്ങൾക്ക് പ്രശ്നമില്ല. സ്ഥിതി ഒരു മനുഷ്യത്വപരമായിട്ട് കാര്യമല്ലല്ലോ. നമുക്ക് പെട്ടെന്ന് നിർത്തി. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 21 വയസ്സാക്കുന്നത് മോദി പറഞ്ഞിട്ട് വർഷമായി 6 വർഷമായി 21 വയസ്സ് കല്യാണപ്രായം ആക്കുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ആക്കിയിട്ടില്ല. കാരണം എന്താണ്? അതിന് സമയക്രമങ്ങളുണ്ട്. ഈ 6 വയസ്സ് 7 വയസ്സുള്ള കുട്ടികളെ കല്യാണം കഴിക്കുന്നത്, 9 വയസ്സിൽ ആ കുട്ടികളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുന്നതൊക്കെ ഏത് കാലത്തായാലും തെറ്റാണ്. ഒരു കാര്യം പറയട്ടെ. ഒരു പെൺകുട്ടിന്റെ താങ്കൾ പറഞ്ഞതിന്റെ മറുപടി ഇപ്പൊ പറഞ്ഞതിന്റെ മറുപടി പ്രകൃതിപരമായി ഒരു പെൺകുട്ടി പ്രായം എപ്പോഴാണ്? പ്രകൃതിപരമായി ഒരു പെൺകുട്ടി പ്രായം എപ്പോഴാണ് കല്യാണം കഴിക്കേണ്ട പ്രായം? പറഞ്ഞോളൂ, എനിക്കറിയില്ല. അവള് പ്രായപൂർത്തിയും ശാരീരികമായിട്ടുള്ള ഇതും പിന്നെ മാനസികമായിട്ടുള്ള മൂന്നും കൂടെ ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് കല്യാണം കഴിക്കാം. അങ്ങനെയാണ് പ്രകൃതി. പിന്നെ നിയമങ്ങൾ നമ്മൾ ഗവൺമെന്റ് ഉണ്ടാക്കുന്നതാണ്. അതിവിടെ ലോകത്ത് നിയമങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുകയും അതില് ദുരുപയോഗത്തിനുള്ള സാധ്യത ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒരു സമൂഹത്തിന്റെ പൊതുവായിട്ടുള്ള മുന്നോട്ട് പോക്കിന് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു ഏറ്റക്കുറച്ചിൽ അത് ശാസ്ത്രവിരുദ്ധമാണ്. നിങ്ങൾ ശാസ്ത്രത്തെ പൊക്കി പറഞ്ഞ് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. പ്രകൃതിക്ക് ഏറ്റക്കുറച്ചിൽ ഉണ്ടാവണം. എങ്ങനെയാണ് അതിങ്ങനെ ഉണ്ടാവും? പ്രകൃതിയെ ശാസ്ത്രീയമായിട്ടുണ്ടാകാണ്. ചെറിയ കുട്ടികൾക്ക് പാൽപ്പല്ല് മുളക്കുന്നതും പറയുന്നതിന് ഒരു പ്രായമുണ്ട് അല്ലേ? ആ പ്രായത്തിനിടയിൽ എല്ലാ കുട്ടികൾക്കും കറക്റ്റ് 6-ാമത്തെ മാസം അല്ലെങ്കിൽ 4-ാമത്തെ 5-ാമത്തെ മാസം പല്ല് വരും അല്ലല്ലോ? വ്യത്യാസം. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ ചില കുട്ടികൾ പല്ല് പറയുന്ന സമയത്തിലും വ്യത്യാസം ഉണ്ടാവില്ലേ? ഉണ്ടാവും. അപ്പൊ ഞാൻ പറയട്ടെ ഇത് തന്നെ ഉദാഹരണം. താങ്കൾ പറഞ്ഞൊരു ഉദാഹരണം. 3 മാസത്തിൽ പല്ലു വന്ന കുട്ടിക്ക് ചവച്ചു തിന്നാൻ പറ്റും. 8 മാസം കഴിഞ്ഞിട്ട് പല്ലുവന്നു അപ്പൊ ചവച്ചു തിന്നാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ 9 വയസ്സിൽ പ്രായപൂർത്തിയായി കഴിഞ്ഞ കുട്ടിക്ക് ഞാൻ അപ്പൊ കഴിക്കാൻ പറ്റും. 12 വയസ്സിൽ പ്രായപൂർത്തിയായ കുട്ടിക്ക് അപ്പൊ കല്യാണം കഴിക്കും. പല്ലിന്റെ വിഷയം പറഞ്ഞ പോലെ തന്നെ. ഇനി പറഞ്ഞുതരാം. ഈ കല്യാണം എന്ന് പറയുന്ന ഒരു കുട്ടി ഭക്ഷണം കഴിക്കുന്ന പോലത്തെ ഒരു സാധനം അല്ല. അതൊരു സാമൂഹികമായിട്ടുള്ള പറഞ്ഞു തരാം. നിങ്ങൾ എന്തിനെങ്ങനെ ബേജാറാവണേ? എനിക്ക് ബേജാറൊന്നുമില്ല. എന്നാ കേട്ടോളി. അപ്പൊ ഇത് ചില കുട്ടികൾക്ക് 9 വയസ്സിൽ 10 വയസ്സിൽ ചിലപ്പോ പ്രായപൂർത്തി എത്തുന്നുണ്ടാവാം. ഒരു പെൺകുട്ടിയുടെ പ്രകൃതിപരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള പ്രായപൂർത്തി മാത്രമല്ല ഒരു കാലഘട്ടത്തിൽ, നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതത്തെ നിർണ്ണയിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ആരോഗ്യം തുടങ്ങി കുറെ ഫാക്ടേഴ്സ് വേറെ ഉണ്ട്. മനസ്സിലായോ? നിങ്ങളിങ്ങനെ ഒറ്റ ഉണ്ടാക്കല്ലേ, പറയട്ടെ. മനുഷ്യരുണ്ടാക്കിയെടുക്കുന്നതാണ് നിയമം.
മനുഷ്യൻ എന്ന് പറയുന്നത് പ്രകൃതിയുടെ നിയമത്തിനനുസരിച്ച് മാത്രം ജീവിക്കുന്ന മനുഷ്യ ജീവിയല്ല. അറിയാലോ നിങ്ങൾക്ക്? മനസ്സിലായോ? കൃഷി പോലും പ്രകൃതി വിരുദ്ധമാണ്. കാരണം ഒരു പ്രദേശത്ത് കൃഷിയില്ലേ, കൃഷി പോലും പ്രകൃതി വിരുദ്ധമാണ്. കാരണം എന്തുകൊണ്ടാ ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രദേശത്ത് സ്വാഭാവികമായിട്ട് വളരുന്ന ചെടികളെ അതൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മളുടെ ഇഷ്ടത്തിന് ആ പ്രദേശത്തെ ഒരുക്കിയെടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള വിത്ത് മാത്രം പിന്നെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് കൃഷി. അത് പ്രകൃതിപരമല്ല ശരിക്ക്. ആ പ്രകൃതിയിലുള്ള ചില കാര്യങ്ങളെ മനുഷ്യന്റെ ആവശ്യങ്ങൾക്കും മനുഷ്യന്റെ അറിവിനും മനുഷ്യന്റെ ഉദ്ദേശത്തിനും അനുസരിച്ച് മനുഷ്യർ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലേക്ക് മനുഷ്യൻ കൊണ്ടുപോവുക ചെയ്യുന്നത്. അതേപോലെ തന്നെയാണ് നിയമങ്ങളും മനുഷ്യരുണ്ടാക്കുന്നതാണ്. ഈ കല്യാണപ്രായം, വിവാഹ നിയമം ഒക്കെ മനുഷ്യരുണ്ടാക്കുന്നതാണ്. അത് കാലാകാലങ്ങളിൽ മനുഷ്യന്റെ അറിവും സാഹചര്യങ്ങളും ഒക്കെ മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ പറയട്ടെ പക്ഷേ 5 വയസ്സിലും 6 വയസ്സിലും ഈ കളിപ്പാട്ടം കൊണ്ട് കളിക്കുന്ന ചെറിയ കൊച്ചു കുഞ്ഞിനോടും ഇത്തരത്തിലുള്ള ചിന്ത തോന്നുന്നത് ഏത് കാലഘട്ടത്തിലും തെറ്റാണ്. ഏത് കാലഘട്ടത്തിലും തെറ്റാണ്. താല്പര്യം തോന്നുന്നതാ. ആയിഷ കല്യാണാണല്ലോ ബാലവിവാഹത്തിന്റെ തെളിവ്. ആയിഷക്ക് പ്രശ്നമില്ല, ആയിഷക്ക് പ്രശ്നമില്ല, ആയിഷക്ക് വാപ്പാക്ക് പ്രശ്നമില്ല, നമുക്ക് പ്രശ്നം. ഞാൻ പറഞ്ഞുതരാം. ആയിഷക്ക് പ്രശ്നമില്ല, വാപ്പാക്കും പ്രശ്നമില്ല. നിങ്ങൾ അള്ളാന്റെ ഒരു കാര്യം ആലോചിക്കും. അള്ളാഹു തുണിയിൽ പൊതിഞ്ഞ പിഞ്ചു കുഞ്ഞിനെ മുഹമ്മദിന് കാണിച്ചു കൊടുത്തു, സ്വപ്നത്തിൽ കാണിച്ചു കൊടുത്തിട്ട് കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ പോലെ എന്താ? അള്ളാഹുവിന്റെ പ്രശ്നം? ഈ അള്ളാഹുവിന്റെ പ്രശ്നം എന്താ വെച്ചാല്, അള്ളാഹുവും മുഹമ്മദിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇത് ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും പറയട്ടെ നിങ്ങള് ഉത്തമ മാതൃകയായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ വൃത്തികേട് ഉണ്ടാവാൻ പാടുണ്ടോ? നിങ്ങളെ കണ്ടുപിടുത്തോ അതൊക്കെ ഞങ്ങളെ കണ്ടുപിടുത്തോണ്. എഴുതി വെച്ചാലേ ചെയ്യാൻ പറ്റും. ഒന്നാമത് അടിമത്തത്തിലേക്ക് തിരിച്ചു വന്നാൽ അടിമത്തം എനിക്കും നിങ്ങൾക്കും തെറ്റാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലാത്തൊരു സാധനമാണ്. ഇല്ല അല്ലേ? തർക്കമില്ല. അങ്ങനെ തർക്കമില്ലാതെ നമുക്ക് ഇരുവർക്കും തെറ്റാണ് എന്ന് തോന്നുന്ന ഒരു കാര്യം അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടില്ല. പറയട്ടെ ഹലാലാണ്. ഇല്ലെന്നില്ല, ഞാൻ പറഞ്ഞത് താങ്കൾ ഉദ്ദേശിക്കുന്നത് ലോകാവസാനം വരെ അടിമത്തം ഉണ്ടാവണമെന്നാണ്. ലോകാവസാനം വരെ ഇസ്ലാമിൽ അടിമത്തം വേണം, അടിമത്തം വേണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അനുവദനീയമല്ല, അങ്ങനെയല്ല. നിഷിദ്ധമാക്കിയില്ല എന്ന് പറയുമ്പോൾ ലോകാവസാനം വരെ ഈ സാധനം ഇല്ലാതായി ഇതെന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വേണം. ഇല്ല, ലോകത്തൊരു നിഷിദ്ധമാക്കിയ ഒരു വസ്തുവും ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായിട്ടില്ല. അത് നിലനിൽക്കുന്നുണ്ട്. നിഷിദ്ധമാക്കിയതെല്ലാം, നിഷിദ്ധമാക്കിയത് നിരോധിച്ചതും ഒക്കെ ലോകത്തിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട്. നിരോധിച്ചാന്നില്ലാണ്ടാവോ? അടിമത്തം നിരോധിച്ചിട്ടുണ്ടോ? അടിമത്തത്തിന് അത് നിരോധിക്കുന്ന ഉന്മൂലനം ചെയ്യലാണ്. അങ്ങനെ ഞാൻ ചോദിക്കുന്നത് നിരോധിച്ചില്ല എന്നാണ്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾ പറഞ്ഞത് അടിമത്തം ഇസ്ലാമിന്റെ ഹുക്മ് അനുസരിച്ച് വിധി, മതവിധി ഇതാണോ ഹറാമാണോ? ഇപ്പൊ നമുക്ക് ഹറാമാണെന്നത് എങ്ങനെ? അത് ഹറാമായ അത് ഹറാമായത് എന്നാണ്? ഏത് ഖുർആൻ വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ്? അതാണ് നിങ്ങൾ പറയേണ്ടത്. അത് പറയാന്നുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പോയത്. അല്ല, അത് ഞാൻ ഇപ്പൊ പറയും. അതിനു മുമ്പ് താങ്കളുടെ ഒരെണ്ണം കൂടി ഉണ്ട്, അങ്ങനെ പേര്. അല്ല, ആദ്യം അടിമത്തം താങ്കളുടെ ഉദാഹരണത്തിന് മറുപടി എനിക്ക് കിട്ടണം. അതല്ലേ പ്രവാചകൻ ഈ പിന്നെ മാര്യത്തുൽ തുബ്തിയ എന്ന അടിമ സ്ത്രീയെ സമ്മാനമായി സ്വീകരിച്ചത് അടിമത്തം പ്രോത്സാഹിപ്പിക്കാനാണ് താങ്കൾ പറഞ്ഞു. അല്ല, അടിമത്തം പ്രോത്സാഹിപ്പിക്കാനാണെന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? അതായത് തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ട് എഴുതിയ കത്തിന് പകരം ഒരു സ്ത്രീ ശരീരത്തെ സമ്മാനമായി സ്വീകരിക്കുന്നതിൽ എന്ത് മാതൃകയാണുള്ളത്? അത് വൃത്തികേടല്ലേ എന്നാണ് ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യണം പ്രവാചകൻ? നിങ്ങൾ പറയും. അല്ല, വേറെ ഓപ്ഷൻ സ്വീകരിക്കുന്നില്ല. പ്രവാചകൻ സ്വീകരിച്ചില്ല എന്ന് വിചാരിക്കാം. പ്രവാചകൻ ആ അടിമസ്ത്രീയെ സ്വീകരിച്ചില്ല എന്ന് വിചാരിക്കാം. സ്വീകരിച്ചതാണ് താങ്കൾ പറയുന്നത്. അത് സ്വീകരിച്ചില്ല. അപ്പൊ എന്ത് ചെയ്യണം പിന്നെ പ്രവാചകൻ? എന്ത് ചെയ്യണം? ഏതാണ് മാതൃക? അടിമത്തം മോചിപ്പിക്കാനാണ് മാതൃക വെച്ചെങ്കിൽ മോചിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത്? എങ്ങനെ മോചിപ്പിക്കും?
എങ്ങനെ മോചിപ്പിക്കുക? എന്താണ് ഇന്ന് മുതൽ നിങ്ങൾ സ്വതന്ത്രയാണെന്ന് പറഞ്ഞാൽ സ്വതന്ത്രയായില്ലേ? പിന്നെന്താ? വേണ്ട, വിവാഹം കഴിച്ച് സ്വതന്ത്രമാക്കിയല്ല. ഇല്ലല്ലോ, വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. വിവാഹം കഴിച്ചു. ഇല്ല ഇല്ല ഇല്ല. തെളിവ് തരൂ. ഭാര്യമാരുടെ ലിസ്റ്റിലുണ്ട്. ഭാര്യമാരുടെ ലിസ്റ്റിൽ കാര്യമില്ല. ഭാര്യമാരുടെ ലിസ്റ്റിലുണ്ട്. വിവാഹം കഴിച്ചു. താങ്കൾ പറഞ്ഞ രീതിയിലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിച്ചതിന്റെ തെളിവ് തരൂ. എന്നാലേ തൗഹീദിന്റെ തൗഹീദിലേക്ക് ശരീരം സമാനമായിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ആളുടെ നിലപാട്? വേണ്ട, തിരിച്ചു ശരിക്കും കഷ്ടം. സംരക്ഷിക്കാനുള്ള പരമൂത്തതായിരിക്കും. ഞാൻ ചോദിക്കുന്നത്, ഒരു കാര്യത്തിലേക്ക് ഒരാളെ ക്ഷണിച്ചാല് അയാൾ അതിന് വരുന്നില്ല, അതിന് പകരം ഒരു പെൺകുട്ടിനെ കൊടുത്താൽ ഞങ്ങൾ സ്വീകരിച്ചു വെക്കുവോ? തിരിച്ചു പറഞ്ഞുവിടില്ലേ? അത്രയുള്ളൂ ഞാൻ ചോദിച്ചത്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ എന്താവും? എന്തായി? അപ്പൊ അത് സ്വീകരിച്ച മുഹമ്മദ് നബി ആരായി? മുഹമ്മദ് നബി അടിമ സമ്പ്രദായം നിലനിൽക്കുന്ന അവസ്ഥയിൽ അടിമയെ സ്വീകരിച്ചു, അടിമയെ കൈവശം വെച്ചു, സ്വതന്ത്രമാക്കി. ആ കാലഘട്ടത്തിൽ അത് തർക്കമൊന്നുമില്ല. അത് ഞാൻ താങ്കൾക്ക് അത് തെളിയാൻ തരാം. അത് എല്ലാ കാലത്തും തെറ്റാണ് എന്ന് മുഹമ്മദ് നബിക്ക് അറിയില്ലായിരുന്നു. ആ കാലത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് മുഹമ്മദ് നബി സ്വീകരിച്ചു. അത്രേ ഉള്ളൂ. ശരി, എല്ലാ കാലത്തും അറിയില്ലായിരുന്നു, അള്ളാഹ്ക്കും അറിയില്ല. ആ കാലത്ത് ശരിയായ കാര്യമാണ് ആ കാലത്ത് ചെയ്തത്. ആ കാലത്ത് ശരിയാണ്. ആ കാലത്ത് നബി ചെയ്തു. ഇനി ഞാൻ പറയാൻ പോകുന്ന ഖുർആൻ പ്രകാരം ഞാൻ പറയാൻ പോകുന്ന ഖുർആൻ വചന പ്രകാരം ഒരു മുസ്ലിമീനും ഒരു അടിമ സ്ത്രീയെ കൈവശം വെക്കാനും കഴിയില്ല. ആ മുസ്ലിമായിട്ടുള്ള ആർക്കും അടിമ സ്ത്രീയെ കൈവശം വെച്ചാൽ തന്നെ അത് ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് അതിനെ പ്രതിവിധി ചെയ്യാനുള്ള ആയത്ത് അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ സൂറത്തുൽ തൗബയിലെ 60-ാമത്തെ വചനം സക്കാത്ത്. അതിൽ 5-ാമത് എന്താ പറഞ്ഞിട്ടുള്ളത്? 5-ാമത് അടിമകൾക്ക് വേണ്ടി ധനം ചെലവഴിക്കുക. അടിമ തിരിച്ചു പോറ്റാനും സംരക്ഷിക്കാനൊന്നുമില്ല. അതിനൊക്കെ ഉടമയുണ്ട്. ഇല്ല, ശരിയല്ലേ? പിന്നെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അവരെ മോചിപ്പിക്കണം. ലോകാവസാനം വരെ നിൽക്കുന്ന സംഭവം സക്കാത്ത്. അടിമകൾ നിലനിൽക്കണ്ടേ? അതെ. ഞാൻ പറയട്ടെ ഏതെങ്കിലും എന്താ പിന്നെ ഞാൻ പറയട്ടെ എന്നെ പറയാൻ അനുവദിക്കൂ. സുഹൃത്ത്, ഞാൻ എന്നെ പൂർത്തീകരിക്കാൻ അനുവദിക്കൂ. എന്നെ പകുതിക്ക് വെച്ച് മുറിച്ചു കളയല്ലേ എന്ന് വെച്ചാ 5-ാമത് പറഞ്ഞിരിക്കുന്ന അടിമകൾക്ക് വേണ്ടി ഞാൻ ചെലവഴിക്കുക എന്നുള്ളതാണ്. അടിമകളെ മോചിപ്പിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും കാലത്ത് വേറെ അടിമക്ക് എന്ത് ചെലവാക്കാനുള്ള സുഹൃത്തെ? വേറെ എന്തായാലും സംരക്ഷണവും ഇതിപ്പോറ്റൊക്കെ ഉടമ ചെയ്യുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കൂ. ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കാൻ അടിമകള് ലോകാവസാനത്തിനകത്ത് ആരെങ്കിലും മനുഷ്യരിലോട്ടും കാലം എല്ലാ തീമ നിലനിൽക്കും. അപ്പൊ മനുഷ്യരിലോട്ടും കാലം ഇത് വരാൻ സാധ്യത ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിച്ചാൽ ലോകത്തിലും മുസ്ലിം വർഷാവർഷം സക്കാത്ത് കൊടുക്കുന്ന ലോകസാനം വരെ. അപ്പൊ അതിന്റെ ആ വിഹിതം അവര് കൊടുത്തുകൊണ്ട് അവരെ മോചിപ്പിക്കും. അവർക്കാണ് അവരെ അടിമകളെ കൈവശം വെക്കാൻ പറ്റില്ല. ആ ഒരു വചനം വെച്ചിട്ട് ഏത് വചനം? സക്കാത്തിന്റെ വചനം 60-ാമത്തെ സൂറത്ത് തൗബയിലെ 60-ാമത്തെ വചനം. ഒന്നാമത് ദരിദ്രര്, 2-ാമത് അഗതികള്, 3-ാമത് ഇസ്ലാമിനോട് ഇണങ്ങി നിൽക്കുന്നവര്, 4-ാമത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ളവര്, 5-ാമത് അടിമകൾക്ക് വേണ്ടി ചെലവാക്കാണ് പറഞ്ഞിരിക്കുന്നത്. അത് മുസ്ലിം നിർബന്ധമുള്ള കാര്യമല്ലേ? അത് അതിലെവിടെയാ സുഹൃത്തെ അടിമത്തം നിഷിദ്ധമാണെന്ന് വരുന്നത്? അത് നിഷിദ്ധമായല്ലോ. അപ്പൊ അടിമയെ മോചിപ്പിക്കാൻ ലോകാവസാനം വരെ നമ്മൾ സംഭവം ഉണ്ടാക്കി മോചിപ്പിക്കാനാണ് മോചിപ്പിക്കലല്ലേ? മോചിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മതി. താങ്കളുടെ വാദം എല്ലാം പൊളിഞ്ഞു. എല്ലാം പൊളിഞ്ഞു. താങ്കൾക്ക് ഇനി അവിടെ ലോകാവസാനം പറയാൻ പറ്റൂല. അല്ലാത്തൊരു വിഷയം ഇങ്ങനെ മോചിപ്പിക്കാൻ പറയണം സുഹൃത്തെ. ഒരു വിഷയം, അതായത് മുസ്ലിമായ സക്കാത്തിന്റെ വിഹിതത്തിൽ നിന്ന് കരാർ എഴുതിയ മോചന കരാർ എഴുതിയ അടിമയെ സഹായിക്കണം, അതിനുവേണ്ടി തുക നീക്കിവരിക്കണമെന്നുണ്ട്. ശരിയാണ്.
അല്ല അങ്ങനെ കരാറിന് എഴുതിയിട്ടില്ല. അടിമകൾക്ക് വേണ്ടി ചെലവഴിക്കുക, അടിമകൾക്ക് വേണ്ടി ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അടിമകളെ മോചിപ്പിക്കുക. അടിമകൾ ഉണ്ടെങ്കിൽ മോചിപ്പിക്കണം. മുസ്ലിംമാരുടെ ധർമ്മമാണ്. ജക്കാത്തിനെ കുറിച്ചാണ് നിങ്ങൾ പറയണതെങ്കിൽ ജക്കാത്തിന്റെ പണം ചെലവഴിക്കേണ്ടത് മോചന കരാർ എഴുതിയ അടിമകൾക്ക് വേണ്ടി അവർക്ക് പണം ചെലവഴിക്കാം. അതാണ് വേണ്ടിയിട്ടല്ല. അവിടെ ലോകത്ത് എവിടെ ഉണ്ടെങ്കിൽ അവിടെ മുസ്ലിമിന് നിർബന്ധമാണ്, നിർബന്ധമായ കാര്യമാണ്. ഇതൊക്കെ നിങ്ങൾ സങ്കല്പിക്കുന്നതാണ് ഖുർആൻ വചനത്തിലുള്ള. അതെങ്ങനെ സക്കാത്ത് മുസ്ലിങ്ങൾക്ക് നിർബന്ധമാണ്? മുസ്ലിങ്ങൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോ അടിമയെ മോചിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ കൊടുത്തെന്ന് വിചാരിച്ചു. ഒരു മിനിറ്റ്. അടിമ മോചനത്തിന് വേണ്ടി മോചന കരാർ എഴുതിയ അടിമയായിരുന്നാലും ആ അടിമ മുസ്ലിം ആണെങ്കിൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ പറയട്ടെ. എഴുതിയ അടിമക്ക് ആ മോചന കരാർ പൂർത്തീകരിക്കുന്നതിലേക്ക് ആവശ്യമായ ധനം സഹായമായിട്ട് സക്കാത്തിൽ നിന്ന് കൊടുക്കാം. പക്ഷെ അത് വിനിയോഗിക്കാതെ കൊടുക്കണമെങ്കിൽ ഈ മോചന കരാർ എഴുതിയ അടിമ മുസ്ലിം ആയിരിക്കണം. നിബന്ധനയാണ്. അടിമല്ല, ആ നിബന്ധന അടിമല്ല. താങ്കൾ പറഞ്ഞ സമ്മതിച്ച്. കാരണം ഇത് മുസ്ലിങ്ങളുടെ മാത്രം ആരാധന കർമ്മമാണ്. വേറൊരു ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ, അമുസ്ലിം മുസ്ലിമിന്റെ കീഴിൽ 10 അമുസ്ലിം അടിമകൾ ഉണ്ടെങ്കിൽ അവരെ മോചിപ്പിക്കാൻ എന്താണ് ഇസ്ലാമിന്റെ ഉപദേശം? ഒന്ന് കേക്കട്ടെ. അടിമകളുടെ കാര്യത്തിൽ അങ്ങനെ നിബന്ധനയൊന്നുമില്ല. ഇല്ല, ഉണ്ട്. നിബന്ധനയില്ല. മുസ്ലിമാണ് നിബന്ധനയൊന്നുമില്ല. കാരണം അവരെ മോചിപ്പിക്കുന്നവർ മുസ്ലിമാവും. എങ്ങനെ? അവര് സ്വതന്ത്രരാണ്. അവർക്ക് മതമൊന്നുമില്ല. അടിമയുടെ കയ്യിൽ നിൽക്കുന്നവർക്ക് എന്ത് മതം? അടിമയിൽ നിൽക്കുന്നവർക്ക് എന്ത് മതം? അവര് മതമുള്ളവരൊന്നല്ല. അവരെ മോചിപ്പിച്ചു കഴിഞ്ഞാൽ അവർ ഇസ്ലാമിലേക്ക് വരും, തീർച്ചയായിട്ടും വരും. ആ മോചിപ്പിക്കുന്നവരുടെ അവരിൽ വരും. പിന്നെ താങ്കൾ പറഞ്ഞല്ല മുസ്ലിമായിരിക്കണം, സക്കാത്ത് മാനികമല്ല, ഗോത്രീയമാണ്, മുസ്ലിമുകൾ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞല്ല. എന്താണ് സക്കാത്ത്? അല്ല, നിങ്ങൾ ഇത് പറയും അടിമത്തം നിരോധിച്ച ഖുർആൻ വചനത്തിന് ഖുർആൻ വചനം അടിമത്തം തെറ്റാണെന്ന് സ്ഥാപിക്കുന്ന ഖുർആൻ വചനാണ്. അപ്പൊ ഇത് തെറ്റായ പേരിലല്ലേ മോചിപ്പിക്കാൻ പറയുന്നത്? അല്ല, അത് നിർബന്ധമാക്കിയിരിക്കുന്നത് ലോകാവസാനം വരെ മുസ്ലിങ്ങൾ നിർബന്ധമാക്കിയിരിക്കുന്നത് തെറ്റായതിന്റെ പേരിലാണല്ലോ. ശരിയാകെ പിന്നെ മോചിപ്പിക്കാൻ പറയോ? അടിപൊളി. അത് ശരിയാണ്, മോചിപ്പിക്കാൻ പറയോ? അതെന്താണ് പറയാത്തതുണ്ട്? പിന്നെ അതേ സാധനം അടിമകളെ നിങ്ങൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു എന്ന് പറയാം. അടിമ സ്ത്രീകളെ അനുവദിച്ചിരിക്കുന്നു ഖുറാനിലുണ്ടല്ലോ. അടിമ സ്ത്രീകളെ അനുവദിച്ചിരിക്കുന്നത് ആ കാലഘട്ടത്തിൽ അനുവദിക്കുന്ന കാലഘട്ടത്തില് ഇപ്പൊ കാലഹരണപ്പെടാത്ത ഖുറാൻ വചനം ഏതാ? കാലഹരണപ്പെട്ട അന്നത്തേക്ക് വേണ്ടിയിട്ട് കുറെ പേർക്ക്, അന്നത്തെ മനുഷ്യർക്ക് വേണ്ടിയിട്ട് കുറെ അടിമ സ്ത്രീകളെ അനുവദിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കാലഹരണപ്പെട്ട ഖുർആൻ വചനവും അടിമകൾക്ക് വേണ്ടി കാലഹരണപ്പെട്ടിട്ടൊന്നുമില്ല. അന്ന് നടന്നൊരു കാര്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ. അന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സന്ദർഭത്തിനനുസരിച്ചിട്ട് ചായക്കടയില് വെടിവർത്താനം പറയണ പോലെയാണ് ഖുർആൻ വചനങ്ങൾ കാണുന്നത്. സുഹൃത്തെ, ഞാനൊരു കാര്യം പറയട്ടെ. നീ ഞങ്ങളോട് ഞങ്ങളോട് പറഞ്ഞുതരാം. നിങ്ങളോടുള്ള നസീഹത്തോട് പറയാണ്. അടിമത്തം തെറ്റാണെന്നോ അടിമത്തം മോശമാണെന്നോ അടിമത്തം ഇല്ലാതാവേണ്ടതാണെന്നോ നിഷിദ്ധമാണ് എന്നോ ഒരു കൺസെപ്റ്റ് ഇസ്ലാമിലില്ല, ഖുർആനിലില്ല, അള്ളാഹുവിലും അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. ഈ ഖുർആൻ പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ മുഹമ്മദ് നബിയുടെ ജീവിതം മൊത്തത്തെ പരിശോധിച്ചാല് അടിമത്തം എന്ന് പറയുന്ന ഒരു തെറ്റായ വ്യവസ്ഥിതിയാണെന്നും അത് കാലക്രമേണ ലോകത്തും ഇല്ലാതാക്കേണ്ട ഒരു സാധനമാണ് എന്ന് മുഹമ്മദ് നബി കണ്ടതായിട്ടോ അങ്ങനെ മുഹമ്മദ് നബി എന്തെങ്കിലും ഞാൻ പറയട്ടെ, നിങ്ങളിങ്ങനെ അപ്പൊ അങ്ങനെ ഒരു ആശയവും അതിൽ നിന്നുണ്ടായിട്ടില്ല. രണ്ടാമത്തെ കാര്യം ഒരു പറയട്ടെ, ഞാൻ പറഞ്ഞുതരാം. ഒരു ഹദീസും കൂടി പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അവസാനിപ്പിക്കാം. അടുത്ത തവണ. മൂന്നാമത്തെ കാര്യം, തെറ്റായ ഒരു കാര്യം ലോകാവസാനം വരേക്ക് ഏതെങ്കിലും കാലഘട്ടത്തിൽ മനുഷ്യർ തെറ്റായോ മോശമായോ കാണുന്ന ഒരു കാര്യം പ്രവാചകന്റെ ജീവിതത്തിൽ ഇല്ല, ഉണ്ടാവില്ല, ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇസ്ലാമിന്റെ വിശ്വാസം, മുസ്ലിങ്ങളുടെ വിശ്വാസം. ഏത് മുഹമ്മദ് പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് ശരിയായിരുന്നു.
അതെങ്ങനെ ശരിയാണ്? ലോകാവസാനം വരെയുള്ള ശരിയാണ് ലോകാവസാനം വരെയുള്ള താങ്കൾ പറഞ്ഞിട്ടാണ്. ഇപ്പൊ താങ്കൾ പറഞ്ഞ മതത്തിലാണ്. 14 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച ഒരാള് ഈ 14 നൂറ്റാണ്ടിന് ശേഷമായ ശരി കാര്യങ്ങൾ അന്ന് ചെയ്തില്ല തെറ്റാണെന്ന് പറഞ്ഞ എന്ത് മതത്തിലാണ്? അടിപൊളി. ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് തെറ്റും ശരിയും എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിന്റെ തെറ്റും ശരിയായിരിക്കും, അതല്ലേ? അപ്പൊ അന്നത്തെ തെറ്റ് തെറ്റാണ്, ശരി ശരിയാണ്. പിന്നീട് തോന്നുന്ന പല കാര്യങ്ങളും അന്ന് അവിടെ അനുവദിക്കപ്പെട്ടിരുന്നുണ്ട്, അവിടെ മുഹമ്മദ് നബി ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അന്നത്തെ ശരികൾ ചെയ്തിട്ടുണ്ട്. ശരി, ഇന്നെ പറയട്ടെ. ആ കാലഘട്ടത്തിലെ അറിവും ശരി തെറ്റുകളുടെ ബോധ്യത്തിലും ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യൻ എങ്ങനെയാണ് ലോകാവസാനം വരെയുള്ള എല്ലാ മനുഷ്യർക്കും ഏറ്റവും ഉത്തമമായ ജീവിത മാതൃകയായിട്ട് അയാളെ പഠിപ്പിച്ചിട്ടുണ്ട്. ചെയ്ത് കാണിച്ചത് വേറെ, പഠിപ്പിച്ചത് വേറെയാണോ? ചെയ്ത് കാണിക്കുന്ന അന്നത്തെ കാലത്ത് അനുവദിച്ച കാര്യങ്ങൾ. മുഹമ്മദ് നബി ചെയ്തത് ഞാനൊരു കാര്യം പറയട്ടെ. നമ്മളെ കേരളത്തിൽ അതല്ല അവസാനിപ്പിക്കല്ലേ. നമ്മൾക്ക് ഇപ്പൊ കേരളത്തില് മദ്യം നിരോധിച്ചിട്ടില്ല. കേരളത്തിൽ മദ്യം നിരോധിച്ചിട്ടില്ലല്ലോ. ഇല്ലല്ലോ. ഇപ്പൊ നമുക്ക് മദ്യപിക്കാം, ആവശ്യമുള്ളവർക്ക് മദ്യപിക്കാം, ഇല്ലേ? സർക്കാർ എല്ലാ സൗകര്യവും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ കുറെ സൗകര്യങ്ങൾ എല്ലാ സൗകര്യവും ഉണ്ട്. വണ്ടിയിലിരുന്നവരെയും കുടിക്കാം, വീട്ടിനകത്തിരുന്നവരെയും കുടിക്കാം, അങ്ങനത്തെ സൗകര്യം ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത്. പണ്ട് അങ്ങനെ പാടില്ലായിരുന്നു. വീട്ടിനകത്തൊന്നും കുടിക്കാൻ പാടില്ലായിരുന്നു മുമ്പ്. ഇപ്പൊ അങ്ങനെയല്ല, പബ്ലിക്കിൽ കുടിക്കാം, അത് കുഴപ്പമില്ല. കുടിക്കുന്നവർക്ക് സർക്കാർ അത് അനുവദിക്കുന്ന കാലത്തോളം കുറച്ചുകൂടി സൗകര്യം ചെയ്തു കൊടുക്കാൻ എന്റെ അഭിപ്രായം. അതാണ് ഈ പറഞ്ഞത്. അതാണ് കുറെ നാള് കഴിയുമ്പോ ഇത് ഇവിടെ നിരോധിച്ചു. അപ്പൊ അന്ന് കള്ളു കുടിച്ചോ ആണ് ഇന്ന് മന്ത്രിയായത് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? കാര്യമുണ്ട്. ഒരു കാലഘട്ടത്തിന്റെ ശരി തെറ്റുകൾ മാത്രം അറിഞ്ഞ് ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യനെ കുറിച്ച് അങ്ങനെ പറയണതിൽ ഒരു അർത്ഥമല്ല. പക്ഷെ എല്ലാ കാലത്തേക്കുള്ള എല്ലാ മനുഷ്യർക്കും ഉത്തമമായ മാതൃകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതാ ഞാൻ പറഞ്ഞത്. ആ കാലഘട്ടത്തിൽ അനുവദിച്ച അടിമ സമ്പ്രദായത്തില് അദ്ദേഹം അത് ശരിയായ രീതിയിൽ അത് പുള്ളി അത് ഉൾക്കൊണ്ട് അത് നമ്മൾ അതിനെ മാതൃക എന്നിങ്ങനെ പറയും. അപ്പൊ അടിമത്തവുമായി ബന്ധപ്പെട്ട് മുഹമ്മദ് നബിയുടെ ജീവിതത്തിൽ മാതൃകയില്ല. മുഹമ്മദ് നബി എല്ലാത്തും വിവാഹം, ലൈംഗിക ധാർമ്മികത തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ മുഹമ്മദ് നബിയിൽ മാതൃകയില്ല, ഇല്ലല്ലോ. മുഹമ്മദ് നബിയിലെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നമുക്ക് ഇന്ന് പിൻപറ്റാൻ പറ്റില്ലല്ലോ. എന്താണ് വിവാഹം ഉദ്ദേശിക്കുന്നത്? എന്തായാലും ഇപ്പൊ ഉദാഹരണത്തിന് മുഹമ്മദ് നബിക്ക് ഒരേ സമയത്ത് 9 ഭാര്യമാരുണ്ടായിരുന്നു. മറ്റു മുസ്ലിങ്ങൾക്ക് പാടില്ലല്ലോ. പാടില്ല. മുഹമ്മദ് നബിക്ക് എല്ലാ ഭാര്യമാരോടും ഒരേപോലെ നീതി പുലർത്തണം എന്ന നിബന്ധന ഉണ്ടായിരുന്നില്ല ഖുർആൻ പ്രകാരം, ശരിയല്ലേ? ഇല്ല. അത് മറ്റു മുസ്ലിങ്ങൾക്ക് അനുവദനീയമല്ലല്ലോ. മുഹമ്മദ് നബിക്ക് ഒരു സ്ത്രീ സ്വന്തം ശരീരം ദാനമായിട്ട് നൽകാൻ തയ്യാറായിട്ട് വന്നാൽ മുഹമ്മദ് നബിക്ക് അത് അനുവദനീയമായിരുന്നു. മറ്റു മുസ്ലിങ്ങൾക്ക് അത് അനുവദനീയമല്ലല്ലോ. പിന്നെ എന്ത് കുന്തത്തിലാണ് മുഹമ്മദ് നബിയും ഉമ്മത്തിനെ തമ്മിൽ കമ്പയർ ചെയ്യില്ല ഭായി? അതെങ്ങനെ ശരിയാവും? പിന്നെ മാതൃക എന്ന് പറഞ്ഞാൽ മാതൃകയാക്കുന്നുണ്ട്. മുഹമ്മദ് നബി ആവശ്യങ്ങൾ മാതൃകയാക്കി എല്ലാ കാര്യങ്ങളും മുസ്ലിം മാതൃകയാക്കുന്നുണ്ട്. മാതൃക എന്ന് പറയുന്നത് പുള്ളിയുടെ കാലഘട്ടത്തിൽ പുള്ളി അനുവദിക്കുന്ന കാര്യങ്ങൾ ചെയ്തതൊന്നും മാതൃക നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ കാലഘട്ടത്തിൽ ചെയ്ത കാര്യമാണ്. അത് ആധുനിക കാലഘട്ടത്തിൽ അന്നത്തെ അടിമ സമ്പ്രദായം, അന്നുള്ള അടിമ സമ്പ്രദായം ഇന്നിപ്പോ നമ്മൾ അടിമനെ വെക്കണമെന്നൊക്കെ പറഞ്ഞാൽ ശരിയാവും. പറഞ്ഞതാണ് എന്തുകൊണ്ടായി പറഞ്ഞു? അവിടെ മുഹമ്മദ് നബിയിൽ ഉത്തമമായ മാതൃക എന്ത് പറഞ്ഞത്? ഉണ്ടല്ലോ, മാതൃക ഉണ്ടല്ലോ. ആ മാതൃക നമുക്ക് പിന്തുടരുന്നുണ്ടല്ലോ. എല്ലാ മാതൃകയും പിന്തുടരാൻ പറ്റൂല. എല്ലാ മാതൃകയല്ല. ആ കാലഘട്ടത്തിലെ മാതൃക പ്രവാചകനിക്ക് ഇന്ന് മദ്യം നിരോധിക്കാത്ത കേരളത്തിൽ നമ്മൾ മദ്യം കുടിക്കും. മദ്യം നിരോധിച്ചു കഴിഞ്ഞാൽ അത് കുടിക്കാൻ പറഞ്ഞാൽ ശരിയാവും. നമുക്ക് എന്താ പറയുക, അതിങ്ങനെ പോയ കാര്യമില്ല. അതായത് മുഹമ്മദ് നബി ജീവിച്ച അതേ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിലൊക്കെ നമ്മൾ ജീവിക്കുന്നെങ്കിൽ
നമുക്ക് മുഹമ്മദ് നബിയിൽ മാതൃക ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അപ്പോഴും മാതൃക ഇല്ല എന്നാണ് ഖുർആൻ പറയുന്നത്. മുഹമ്മദ് നബിക്ക് ഒരു കാര്യം അനുവദിച്ചു കൊടുത്തിട്ട് പറയാണ് ഇത് നബി നിങ്ങൾക്ക് മാത്രമുള്ളതാണ് ബാക്കിയുള്ളവർക്കൊന്നും ഉള്ളതല്ല എന്ന് പറയുകയും അതേ ഖുർആനിൽ തന്നെ മുഹമ്മദ് നബിയിൽ നിങ്ങൾക്ക് ഉത്തമ മാതൃക ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്ന വൈദ്യല്ലേ? എല്ലാ കാര്യത്തിലും ഇല്ലാന്ന് മാത്രം. എല്ലാ കാര്യത്തിലും ഇല്ല. ആ കാലഘട്ടത്തിലെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അടിമത്തവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അടിമത്തം ഇസ്ലാമിന്റെ വിശ്വാസം അനുസരിച്ച് അക്കീദ ശരിയാണെങ്കിൽ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ അക്കീദയാണ് അക്കീദ എങ്കിൽ, ആ അക്കീദയിൽ അടിമത്തം ഇന്നും അനുവദിക്കപ്പെട്ട നിലയിലുള്ള ഞാൻ പറയുന്നു, ഞാൻ തെറ്റാത്ത നിലനിൽക്കുമ്പോഴും കാലം ലോകത്ത് ഒരു മുസ്ലിമിനും അടിമയെ കൈവശം വെക്കാൻ പറ്റില്ല, ഒരു അമുസ്ലിമിന് പോലും വെക്കാൻ പറ്റില്ല. മുസ്ലിമാണ് ഇപ്പൊ മോചിപ്പിക്കും. അതിന് ഇസ്ലാമികമായി അത് അനുവദനീയമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാമികമായി അനുവദിച്ചിട്ടില്ല എന്നുള്ള തെളിവാണ് 5ാമത് അടിമമോചനം. അത് അവരുടെ 3ാമത്തെ ഫർളാണ്. അത് മുസ്ലിമാരുടെ 3ാമത്തെ ഫർളാണ്. സൂറത്തു തൗബ അവതരിച്ചിട്ട് പിന്നെയും 1 വർഷം 1-2 വർഷമൊക്കെ കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് നബി മരിക്കുന്നത്, അല്ലെങ്കിൽ പിറ്റത്തെ വർഷമാണ് മരിക്കുന്നത്. മുഹമ്മദ് നബി മരിക്കുമ്പോഴും പല സഹാബിമാരുടെ കീഴിലും അടിമകൾ ഉണ്ടായിരുന്നു, പല മുസ്ലിങ്ങൾക്കും അടിമകൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ആ ഖുർആൻ വചനം അനുസരിച്ച് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെയോ അമുസ്ലിമിനെയോ അടിമയാക്കി വെക്കാൻ പാടില്ല. അതല്ലേ പറഞ്ഞത്. അത് ഒരു മതവിധിയൊന്നും പെട്ടെന്ന് ഒരു കാര്യങ്ങൾ പെട്ടെന്ന് ആവൂല. അപ്പൊ അതല്ലേ പറഞ്ഞു മോദി 6 കൊല്ലം 7 കൊല്ലം കണ്ട 21 വയസ്സാക്കുമ്പോൾ ഇതുവരാക്കിയിട്ടില്ല. അങ്ങനെ തന്നെ എല്ലാ കാര്യവും ഒരു കാര്യം പറയുമ്പോ വെക്കേണ്ട ജോലി ഇപ്പൊ വേണം എന്നൊക്കെ നടക്കൂല. അതൊക്കെ സമയപരിധികളുണ്ട്. മതവിധി എന്ന് പറഞ്ഞാല് ഒരു വിഷയത്തില് ഇസ്ലാമിന് ഒരു നിലപാടുണ്ടാവണല്ലോ. മദ്യം നിലപാടുണ്ട്. അവസാന കാലം വരെ നടക്കൂല. മുസ്ലിങ്ങൾ കള്ളുകുടിക്കണില്ലേ? ഉണ്ട്. മുസ്ലിം ആവലാരില്ലേ? മുസ്ലിങ്ങൾ കള്ളുകുടിക്കില്ല. മുസ്ലിങ്ങൾ കള്ളുകുടിക്കില്ല. കള്ളുകുടിക്കുന്ന ഒരു മിനിറ്റ്. ഒരാള് മുസ്ലിമാണ്, അയാള് ഷഹാദത്ത് ചൊല്ലിയിട്ടുണ്ട്, അയാൾ നിസ്കരിക്കുന്നുണ്ട്, ഓതുന്നുണ്ട്, ഇസ്ലാം കാര്യങ്ങൾ ഒക്കെ ചെയ്യുന്നുണ്ട്, ഈമാൻ കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അയാൾ കള്ള് കുടിച്ചാൽ അയാൾ മുസ്ലിം അല്ലാതാവോ? ആവോ? നിങ്ങൾ എവിടെ പഠിച്ചത്? ഒരാള് ഹറാമായിട്ടുള്ള ഒരു പ്രവൃത്തി ചെയ്താൽ അയാളുടെ ഈമാൻ നഷ്ടപ്പെടുവോ? എല്ലാ ഏത് ഹറാമ് ചെയ്താലും മദ്യപിക്കുന്നതിന്റെ പേരിൽ ഒരാളുടെ ഈമാൻ ഫസാദാവോ? മദ്യപിച്ച് പോയില്ലേ അവന് നിശ്ചയിക്കാൻ പറ്റും. പിന്നെ മദ്യപിക്കുന്ന ഒരു മിനിറ്റ് ഒരാള് മുസ്ലിം ആയിരിക്കെ മദ്യപിച്ചാൽ അയാൾ മുസ്ലിം അല്ലാതാകുമോ? അവൻ 40 ദിവസം നിസ്കരിക്കാൻ പറ്റില്ല. പറയും സുഹൃത്തെ, അതാണ് ആവൂല. അവൻ പോയി. നിങ്ങൾ എവിടുന്നെങ്കിലും ഒരു ഉസ്താദിനെ പെട്ടെന്ന് തന്നെ കാണണം. നിങ്ങൾ ഏതെങ്കിലും അത്യാവശ്യം 40 ദിവസത്തിനകത്ത് അവൻ മരിച്ചു കഴിഞ്ഞാൽ കാഫറായി മരിക്കും. പിന്നെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് കള്ളു കുടിക്കുന്നതോടുകൂടി ഒരാൾ കാഫിറാവോ? 40 ദിവസത്തേക്ക് നിങ്ങൾ എന്ത് ദീന 40 ദിവസത്തേക്ക് ആരാ പറഞ്ഞത്? ഒരാൾ മദ്യപിച്ചാൽ അയാളുടെ 40 ദിവസത്തേക്ക് അയാള് അതിനിടയിൽ അയാൾ മരിച്ചാൽ കാഫിറാവും നിങ്ങൾ എവിടുന്ന പറഞ്ഞു? നിങ്ങൾ പ്രൂഫ്? ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോ അഡീഷണൽ നമ്പർ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞില്ല പഠിച്ചൊന്നും. പക്ഷെ എനിക്കറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട്. 40 ദിവസം വരെ നഷ്ടപ്പെടും. അപ്പൊ മനസ്സിലാക്കേണ്ടത് വെച്ചാല് നിങ്ങൾക്ക് അടിമത്തം തെറ്റാണ്. അപ്പൊ ഇസ്ലാമിൽ ഇപ്പൊ അതില്ലാന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പക്ഷെ ഐ എം വെരി സോറി, നിങ്ങൾക്ക് അത് നിയമം കണ്ടെത്താൻ കഴിയില്ല. അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല. ലോകത്തിൽ തെറ്റാത്ത നിലനിൽക്കത്തോളം കാലം ലോകത്ത് ഒരു മുസൽമാനും അടിമയെ കൈവശം വെക്കാൻ പറ്റില്ല, ഒരു അമുസ്ലിമിനും വെക്കാൻ പറ്റൂല. അപ്പൊ തന്നെ മുസ്ലിം പോയിട്ട് മോചിപ്പിക്കും. പോരെ പിന്നെ ഹലാലാവും. ഈ പറഞ്ഞത് മുഴുവൻ നിങ്ങളുടെ ആഗ്രഹം മാത്രമാണ്. ഇസ്ലാമിലോ ഖുർആനിലാണ് 9ാമത്തെ അധ്യായം സൂറത്തുൽ തൗബയിലെ 60ാമത്തെ വചനം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. 9ാമത്തെ അധ്യായത്തില് 60ാമത്തെ വചനത്തിൽ അടിമത്തം തെറ്റാണെന്നോ എവിടെയെങ്കിലും അടിമയെ മോചിപ്പിക്കാൻ ഉണ്ടെങ്കിൽ അയാളെ പോയി അത് ഹലാലായ സുഹൃത്തെ, അടിമത്തോ ഹലാലായ പിന്നെ മോചിപ്പിക്കാൻ എന്തിനാ പറയുന്നത്? അങ്ങനെ ഒരു ഖുർആനിൽ നിലവിലില്ല. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കേണ്ടി വരും.
നിങ്ങൾക്ക് ഇസ്ലാമിക വിരോധം കൊണ്ട് ഇപ്പൊ ജബ്ബാർ മാഷ സ്റ്റേജിൽ ബന്ധപ്പെട്ട് എന്താണ് ലോകത്തെ ഏറ്റവും വലിയ ആരാധകർ മുസ്ലിങ്ങളാണെന്ന്. ഒരു മിനിറ്റ്, നിങ്ങൾ ഈ പറഞ്ഞ ഖുർആൻ വചനത്തിൽ നിന്ന് ഈ തഫ്സീർ നിങ്ങൾ നിർദ്ധരിച്ചെടുത്തത് ഏത് മുഫസ്സിറിനെ മുൻനിർത്തിയിട്ടാണ്, അല്ലെങ്കിൽ ഏത് തഫ്സീറിനാണ്? ഖുർആനിൽ ഇത് വെച്ചിട്ട് തഫ്സീർ മാത്രം നോക്കി ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഖുർആനിലില്ല. ആ ഖുർആൻ വചനത്തിൽ പറഞ്ഞ ഖുർആൻ വചനത്തിന് അങ്ങനെ ഒരു അർത്ഥമല്ല. കഴിഞ്ഞിട്ടല്ലേ ഞാൻ കഴിഞ്ഞിട്ട് അതിലില്ല. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ പേര് പറയും, നമുക്ക് രണ്ടാൾക്ക് കൂടി ഇരിക്കാം അയാളുടെ മുമ്പിൽ. ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾ പറയും വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു ഇസ്ലാമിക അർത്ഥം കിട്ടുമോ നോക്കാം. ഒരു ചെറിയ കാര്യം പറയട്ടെ, നിങ്ങൾ പറയുന്ന ഓരോ വാദങ്ങൾ പൊളിക്കാൻ വേണ്ടിട്ട് ശരിക്കും വലിയ പാണ്ഡിത്യൊന്നും ആവശ്യമുള്ള ഒരു വലിയ ഉസ്താദ്മാരൊന്നും ഉണ്ടാവില്ല, നമുക്ക് സാധിക്കും. സാധാരണ വെച്ചും അത്രയ്ക്ക് നിങ്ങൾ വളരെ ഇതായിട്ടുള്ള ബാലിശമായിട്ടുള്ള വാദങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു ഉസ്താദിനെ പറയൂ, നിങ്ങൾക്ക് വിശ്വാസമല്ല അങ്ങനെ പ്രത്യേക സംഘടനയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ആളാണ് ഞാനേ. ഒരു പ്രത്യേക സംഘടനയുടെ ഒന്നും ഇല്ലാത്ത ആളാണ്. സ്വന്തമായിട്ട് താങ്കൾ അതിന്റെ മറ്റൊരു അർത്ഥം പറ. അടിമകൾക്ക് വേണ്ടി ചെലവാക്കാൻ വേണ്ടി പറയുമ്പോ എന്ത് മോചന കരാർ എഴുതിയ മുസ്ലിം അടിമകൾക്ക് സഹായം നൽകാൻ സക്കാത്തിൽ നിന്ന് അടിമമോചനം എന്ന് പറയുന്നത് അടിമമോചനം എന്ന് പറയുന്നത് ഹലാലാക്കിയ ഒരു കാര്യം പിന്നെ മോചിപ്പിക്കാൻ പറഞ്ഞ ആവശ്യം എന്താണ്? എന്താ അർത്ഥം? ആ വചനം അവതരിച്ചതിന് ശേഷവും അടിമകളെ കയ്യിൽ വെച്ചിരുന്ന മുസ്ലിങ്ങളൊക്കെ ഹറാമ് ചെയ്തവരാണോ? അങ്ങനെയാണ്. ലോകം മുഴുവനും മയക്കുമരുന്ന് നിരോധിച്ചിട്ട് സുന്ദരമായിട്ട് നടക്കുന്നുണ്ട് ഇവിടെ. ലോകത്ത് ഏറ്റവും കൂടുതൽ വിപണനം നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിലാണ് വിപണനം നടക്കുന്നത്. നിങ്ങൾ പറയുന്നത് ഇപ്പൊ വെച്ച ഇപ്പൊ തന്നെ കൊലക്കണമെന്നും പറഞ്ഞാൽ നടക്കൂല. അതിനൊക്കെ മനുഷ്യരോട് അങ്ങനെ നടക്കൂല. മനുഷ്യരാണ്. മനുഷ്യൻ സ്വതന്ത്രമായിട്ട് ചിന്താഗതിയുള്ള മനുഷ്യരുള്ളോത്തോളം കാലം ഒരിക്കലും ഇതൊന്നും നടക്കൂല. അത് നടക്കുന്നത് നടക്കും, നടക്കാത്ത നടക്കൂല. കാര്യമില്ലല്ലോ. താങ്കളുടെ വാദം പൊളിഞ്ഞപ്പോ പിന്നെ താങ്കൾക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം മലയാളം ഖുർആൻ ഞാൻ ചോദിക്കുന്നത് ഖുർആൻ 9:60 മലയാളം ഒന്ന് വായിച്ച ഞാൻ കേക്കട്ടെ. 9:60 മലയാളം ഞാൻ വായിച്ചു. ഖുർആൻ 9:60 മലയാളം വായിച്ചപ്പോ ഒരു മിനിറ്റ്. ഞാനിപ്പോ പണ്ടാകും ഇതൊക്കെ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം എനിക്ക് ഖുർആൻ എടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഇപ്പൊ തന്നെ പറയാം. 9:60 ദാനധർമ്മങ്ങൾ നൽകേണ്ടത് ദരിദ്രർക്കും അഗതികൾക്കും. ഇല്ല അങ്ങനെയല്ല. എന്താണ് ദാനധർമ്മങ്ങൾ നൽകേണ്ടത്? ദരിദ്രന്മാർക്കും അഗതികൾക്കും അതിന്റെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നവർക്കും ഇസ്ലാമുമായി മനസ്സുകൾ ഇണക്കപ്പെട്ടവർക്കും അടിമകളുടെ മോചനത്തിന്റെ കാര്യത്തിലും കടം കൊണ്ട് വിഷമിക്കുന്നവർക്കും അല്ലാഹുവിന്റെ മാർഗത്തിലും വഴിപോക്കിലും മാത്രമാണ്. അവിടെ 5ാമത് പറഞ്ഞിരിക്കുന്നത് അടിമകളുടെ മോചനത്തിന്റെ കാര്യത്തിലാണ്. അപ്പൊ ഈ വാക്കിന് എവിടുന്നാണ് നിങ്ങൾക്ക് അടിമത്തം ഹറാമാണെന്ന് കിട്ടിയത്? അടിമത്തം ഹറാമാണ് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. താങ്കൾ ഹലാലാണെന്ന് പറഞ്ഞ കാര്യം ഹറാമാണോ? താങ്കൾ പറഞ്ഞതിനെ കുറിച്ച് എതിരാണ് ഞാൻ പറയുന്നത്. അടിമത്തം ഹറാമാണോ ഹലാലാണോ? ജായിസാണോ നിഷിദ്ധമാണോ? നിഷിദ്ധമാണെങ്കിൽ അത് നിലനിൽക്കണം, നിലനിർത്തേണ്ടി വരും. അങ്ങനെ എല്ലാ തിന്മകളും. ഈ ഖുർആൻ വചനത്തിൽ അടിമത്തം ഹറാമാണെന്നുണ്ടോ? അതാ ചോദിച്ചു. ഇല്ല, ഈ ഖുർആൻ വചനത്തില് ലോകത്ത് അടിമത്തം ഉണ്ടാകാൻ പാടില്ല. അതാണ് ചോദിക്കുന്നത്. അത് അടിമത്തിന്റെ സംഭവം ഉണ്ടാകാൻ പാടില്ല. അപ്പം അതാണ് ലോകാവസാനം വരെയുള്ള പറഞ്ഞ് അവന്റെ ആരാധനാകർമ്മത്തിനെ കുറിച്ച് വളരെ മോശം. എന്ത് മോശം? വചനത്തിൽ അല്ല എങ്ങനെയാണ് നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ, വെറുതെ വേണം വെക്കാണ്.
ഞാൻ എന്റെ സമയം വേണ്ടി ചെലവഴിക്കുമ്പോ നിങ്ങൾ സംസാരിക്കാൻ തയ്യാറാവണം. അതായത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, ഈ ഖുർആൻ വചനത്തിന് അടിമത്തം നിഷിദ്ധമാണെന്ന് അർത്ഥമുണ്ടോ? തീർച്ചയായും ഉണ്ടോ? നിഷിദ്ധമാണെന്നല്ല പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞത് നിഷിദ്ധമാണെന്ന് താങ്കൾ വാദം പൊഴിഞ്ഞെന്നാ ഞാൻ പറയുന്നത്. എങ്ങനെ എന്നാ നിങ്ങൾ പറയാ അടിമത്തത്തിന്റെ ഹുക്കും അറിയൂ? അത് തന്നെ പറഞ്ഞ അടിമത്തം ഒരു മുസ്ലിം, അതായത് ലോകത്തുള്ള എന്ത് കാര്യവും ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ അടിമത്തം അന്ന് അള്ളാഹു റസൂലിനെ അറിയാത്തൊരു കാര്യം അല്ലല്ലോ, അല്ലെ? അല്ല, അറിയാം. എല്ലാ കാര്യത്തിലും ഇസ്ലാമിന് ഹുക്കുമുണ്ട്. ഹുക്കും എന്ന് പറഞ്ഞാൽ ഒരു സംവിധാനത്തെ, ഒരു സാധനത്തെ, ഒരു കാര്യത്തെ, ഒരു പ്രവൃത്തിയിൽ ഇസ്ലാമിന് ഒരു ഹുക്കുമുണ്ട്. ഹുക്കും പറഞ്ഞാൽ മതവിധി. അത് നിഷിദ്ധം, നിർബന്ധം, അല്ലെ? അതായത് അറബി പറഞ്ഞാല് വാജിബ്, ഹറാമ്, കറാഹത്ത്, സുന്നത്ത്, ഹലാല് അഥവാ ജായിസ്, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതിലേതിലാണ് വരിക അടിമത്തം? ഉദാഹരണം പറഞ്ഞുതരാം. നമസ്കാരം വാജിബാണ്, നിർബന്ധമാണ് നിസ്കാരം. നോമ്പ് നിർബന്ധമാണ്. കള്ളുകുടി ഹറാമാണ്, അല്ലെ? അതേപോലത്തെ വ്യഭിചാരം ഹറാമാണ്. പലിശ ഹറാമാണ്, അല്ലെ? അതേപോലെ തന്നെ സുന്നത്തായ കുറച്ച് കാര്യങ്ങളുണ്ട്, കറാഹത്തായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതിലൊന്നും പെടാത്തത് ജായിസാണ്, അനുവദനീയമാണ്. അടിമത്തം ഈ 5 മതവിധികളിൽ ഏതിലാ പെടുക? ഈ 5 അല്ലാത്ത വേറെ മതവിധി ഉണ്ടെങ്കിൽ അത് പറഞ്ഞോളി. ഇല്ല, മതവിധിന്റെ ആവശ്യം ഇതിനകത്ത് വരുന്നില്ല സുഹൃത്തെ. അതിൽ പരിഹാരമുള്ള ഒരു കാര്യം എന്ത് മതവിധി? പരിഹാരമുള്ള ഒരു വിഷയത്തിന് മതവിധിന്റെ കാര്യമുണ്ട്. ആയിക്കോട്ടെ, പിന്നെന്താണ് താങ്കൾ മതവിധിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ? മതവിധിന്റെ ആവശ്യം ഈ കാര്യത്തിലില്ല. ഒരു സംവിധാനത്തെ കുറിച്ച് ഇസ്ലാമിന്റെ ഒരു അഭിപ്രായം ഉണ്ടാവില്ലേ? ആ അഭിപ്രായം പറഞ്ഞ അടിമകളുടെ മോചനത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അടിമയാക്കി വെക്കുന്ന വ്യവസ്ഥിതി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ അതിന് മതവിധി എന്താണ്? അതാണ് ചോദ്യം. അതാണ് ഞാൻ പറഞ്ഞത്. അതിന് പരിഹാരമാണ്. പരിഹാരം ചോദിച്ചതേ, പരിഹാരം മതിയല്ലോ. പരിഹാരം പോലെ മതവിധി വേണം, നിർബന്ധമാണ്. ഒരു മിനിറ്റ്, ഇതിനൊരു മതവിധി ഉണ്ട്. ഈ മതവിധി എന്താണ് നിങ്ങൾക്ക് പറയാൻ പറ്റൂല്ലേ? മതത്തിന്റെ വിധിയാണ് പറഞ്ഞത്. നിങ്ങളെ ചെലവാക്കാൻ ഞാൻ നിങ്ങൾ വെറുതെ മനുഷ്യന്റെ സമയം കളയത്. നിങ്ങൾ ഈ മതവിധിയും പറഞ്ഞുകൊണ്ട് അതാണ് നിങ്ങൾ ഇത് പറഞ്ഞത് ഹറാമാണെന്നുള്ളതിന് തെളിവ്. പരിഹാരമുള്ള ഒരു വിഷയത്തിന് മതവിധിയുടെ ആവശ്യമില്ല. പരിഹരിച്ചു കഴിഞ്ഞ കാര്യം ലോകാവസാനം വരെ പരിഹരിച്ചു കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് പറയാൻ ഒരു കാലത്തും ഒരു അടിമ ഇനി കണ്ടുവരില്ല. അവിടെ അടിമത്തം ഹലാലാണോ ഹറാമാണോ കറാത്താണോ സുന്നത്താണോ ഒന്നും നിങ്ങൾക്ക് പറയാൻ കഴിയൂല. മതവിധിന്റെ ആവശ്യം അവിടെ ഇല്ലാന്ന് പരിഹരിച്ചു. ലോകാവസാനം വരെ പരിഹരിച്ചു. അതിനൊരു മതവിധി പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല, മതവിധിന്റെ ആവശ്യമില്ല ഇതിനകത്ത്. ലോകാവസാനം വരെ മുഴുവൻ മുസ്ലിങ്ങളും പരിഹരിക്കാൻ വേണ്ട മാർഗത്തിലേക്ക് അവരെത്തിച്ചു. പറയാം, ഇല്ലെങ്കിൽ വെറുതെ ഇത് തന്നെ മതവിധി. ഇത് തന്നെ മതവിധി. അടിമകളെ ലോകത്ത് എവിടെയെങ്കിലും അവരെ മോചിപ്പിക്കണം. അതാണ് മതവിധി. അത് ഖുർആൻ വചനത്തിൽ അർത്ഥമുണ്ടോ? പിന്നെ ഇല്ല, തീർച്ചയായും അടിമകളെ മോചിപ്പിക്കുന്ന കാര്യത്തിൽ പറയുമ്പോ പിന്നെന്താ? പിന്നെന്നാ തീറ്റിപ്പോട്ടാണ്. പോയി ചോദിച്ചിട്ട് കേട്ടോളി അടിമ വ്യവസ്ഥിതി എന്ന് പറയുന്നതിന്റെ ഇസ്ലാമിക ഹുക്കുമ് ഹലാൽ അഥവാ ജായിസ് ആണ്. എന്ന് പറയുന്ന ഏതെങ്കിലും ഉസ്താദ്മാരുണ്ടെങ്കിൽ കൊണ്ടുവന്നോളെ. എന്റെ കാഴ്ചപ്പാടല്ല, ഇസ്ലാമിന്റെ വിധിയാണ്. ഉസ്താദ്മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, പക്ഷെ എനിക്ക് കിട്ടി. അടിമകളെ മോചനത്തിന്റെ കാര്യത്തിൽ ലോകാവസാനം പരിഹരിച്ചു. ഒരു കാര്യം ചോദിക്കട്ടെ? അല്ല, ഇനി ഒരൊറ്റ കാര്യം. അടിമ സംബന്ധമായ സംസാരം മുമ്പിലില്ല. അതല്ല, ഞാൻ വേറെ കാര്യം ചോദിക്കാനാണ്. താങ്കൾ ഇനി എപ്പോഴാണ് താങ്കൾ ഫ്രീ ആവുന്നത്? ഞാൻ തിരക്ക് താങ്കളെ സ്കൂൾ എന്നാണ് തുറന്നോട്ടെ, ഒരു 2-ാം തീയതി 3-ാം തീയതി കഴിഞ്ഞോട്ടെ. സമയം താങ്കൾ ഏറ്റവും ഫ്രീ ആയ സമയം ഏതാണെന്ന് കൂടി പറയാം. ഫ്രീ ആയ സമയം എന്ന് പറഞ്ഞാൽ ഒരു 3 മണി മുതൽ ഒരു 5 മണി 5:30 വരെയൊക്കെയുള്ള സമയമാണ്. ആ സമയത്ത് സ്കൂൾ തുറന്നതിന് ശേഷം ഞാൻ വിളിക്കാം.
ശരി. അതാണ് അതൊന്നും കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി ഞാൻ വെറുതെ വിളിച്ചോണ്ടിരിക്കുകയാണ്. അതാണ് ശരി ശരി. നമുക്കിത് സംസാരിച്ചോണ്ടിരിക്കുകയാണ്, നമുക്ക് നമുക്കൊരു ഇല്ല. നമ്മള് കാര്യങ്ങൾ പറയുമ്പോ അത് അംഗീകരിക്കണം. അത് നമ്മള് അതല്ല അത് പറ്റൂല, അത് പറ്റൂല. കാരണം ഈ വിഷയത്തിൽ താങ്കൾ ഒരുപാട് പേരിട്ട് ഇതായതാണ്, എനിക്കറിയാം. ഹലോ, ഞാൻ ഇസ്ലാമിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് ഇസ്ലാമിക ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് ഞാനും പറഞ്ഞു പറയട്ടെ, ഖുറാന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. ഖുർആൻ വായിച്ചിട്ട് തോന്നിയ പോലെ അർത്ഥം വെച്ചിട്ട് കാര്യമല്ല. ഓക്കെ, ഖുർആനിനെ ഞാൻ പറഞ്ഞുതരാം. ഖുർആൻ എന്ന് പറയുന്നതിനെ വിശദീകരിച്ച് ഇസ്ലാമിക ലോകത്ത് അംഗീകരിക്കപ്പെടുന്ന ഒരുപാട് വിശദീകരണ ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. സുന്നത്തുകളും ഹദീസുകളും കുറെ കാര്യങ്ങളുണ്ട്. ഒരു മിനിറ്റ് പറയട്ടെ. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലോകം അംഗീകരിക്കുന്ന പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിമർശനം ഉന്നയിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് തെറ്റാണെന്ന് സ്ഥാപിക്കാൻ തെളിവ് കൊണ്ടിരുന്നത് അതിൽ നിന്നാണ്. അതല്ലാതെ നിങ്ങൾ ഹലോ, ഖുർആൻ നിങ്ങളെ വായിച്ചത് നിങ്ങളാ പറഞ്ഞ അർത്ഥമല്ല. അത് ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. അത്രേ ഉള്ളൂ. ശരി, നിങ്ങൾ അടുത്ത വിഷയമായിട്ട് ജൂൺ കഴിഞ്ഞിട്ട് വിളിക്കും. ജൂണിൽ വിളിക്കും. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ശരി.